Hi students, today I am going to discuss a new topic, acquisition of a business. Okay, so let me start this topic. Acquisition of business. Meaning, acquisition of business means purchase of a running business. Okay, അതായത് ഒരു ബിസിനസ് മറ്റൊരു ബിസിനസിനെ വാങ്ങിക്കുന്ന പ്രോസസ്സിനെയാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. Sometimes a company acquires the whole running business owned by a sole trader or a partnership firm. അതായത് ഇവിടെ ഒരു കമ്പനിയാണ് മറ്റൊരു ബിസിനസിനെ വാങ്ങിക്കുന്നത്. അതായത് കമ്പനി അക്വയർ ദ ബിസിനസ് ഓൺഡ് ബൈ എ സോൾ ട്രേഡർ ഓർ എ പാർട്ണർഷിപ്പ് ഫേം. ഒരു സോൾ ട്രേഡർഷിപ്പിനെയോ ഒരു പാർട്ണർഷിപ്പ് ഫേമിനെയോ ഒരു കമ്പനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ അക്വിസിഷൻ എന്ന് പറയുന്നത്. In such a situation, it takes over all the assets and liabilities of the firm and issues shares and debentures or cash to the owners of the firm. അതായത് അക്വിസിഷന്റെ കേസിൽ ഒരു കമ്പനി മറ്റൊരു സോൾ ട്രേഡറിനെയോ ഒരു പാർട്ണർഷിപ്പിനെയോ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ അസറ്റും ലയബിലിറ്റിയും വാങ്ങിക്കുന്നു എന്നാണ് മീനിങ്. അതുപോലെ തന്നെ അങ്ങനെ അക്വയർ ചെയ്യുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി ഷെയറുകൾ, ഡിബഞ്ചറുകൾ അല്ലെങ്കിൽ ക്യാഷ് ഇതാണ് ഒരു പ്രതിഫലമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി മറ്റൊരു ബിസിനസിനെ വാങ്ങിക്കുന്ന പ്രോസസ്സാണ് അക്വിസിഷൻ. അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് ആ ബിസിനസിനെ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അസറ്റും ലയബിലിറ്റിയും വാങ്ങിക്കുന്നു എന്നാണ് മീനിങ്. ദെൻ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഒരു കമ്പനി ഒരു ബിസിനസിനെ വാങ്ങിക്കുന്ന സമയത്ത് കമ്പനി തീർച്ചയായിട്ടും ഒരു എമൗണ്ട് ആ വാങ്ങിക്കുന്ന ബിസിനസ്സിന് ആരുടെ ബിസിനസ്സാണോ വാങ്ങിക്കുന്നത് അവർക്ക് കൊടുക്കേണ്ടി വരും. അതാണ് നമ്മൾ ഷെയറുകളായിട്ടോ ഡിബഞ്ചറുകളായിട്ടോ ക്യാഷ് ആയിട്ടോ കൊടുക്കാമെന്ന് പറയുന്നത്. ദെൻ ദ പർച്ചേസ് ഓഫ് ദ റണ്ണിംഗ് ബിസിനസ് ഓഫ് എ സോൾ പ്രൊപ്പറേറ്റർ ഓർ പാർട്ണർഷിപ്പ് ഫേം ബൈ എ കമ്പനി ഈസ് നോൺ ആസ് അക്വിസിഷൻ ഓഫ് ബിസിനസ്. അക്വിസിഷൻ ഓഫ് ബിസിനസിന്റെ മീനിങ് ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് പർച്ചേസ് ഓഫ് എ റണ്ണിംഗ് ബിസിനസ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ, അതായത് ഒരു സോൾ ട്രേഡറിന്റെയോ ഒരു പാർട്ണർഷിപ്പ് ഫേമിന്റെയോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിനെ വാങ്ങിക്കുന്നത് ആരാണ്? ഒരു കമ്പനി, ബൈ എ കമ്പനി. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് അക്വിസിഷൻ ഓഫ് ബിസിനസ്. ദർ ആർ 2 കേസസ് ഓഫ് അക്വിസിഷൻ. 2 കേസാണുള്ളത്. കേസ് 1, എ ന്യൂ കമ്പനി ഈസ് ഫോംഡ് ടു ടേക്ക് ഓവർ ദ എക്സിസ്റ്റിംഗ് 2 or more ബിസിനസ്. അതായത് കേസ് 1ൽ പറയുന്നത് പുതിയൊരു കമ്പനി ഉണ്ടാവുന്നുണ്ട്. എ ന്യൂ കമ്പനി ഈസ് ഫോംഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു ടേക്ക് ഓവർ ദ എക്സിസ്റ്റിംഗ് 2 or more ബിസിനസ്. നിലവിലിരിക്കുന്ന 2 or 3 ബിസിനസ്സുകളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു പുതിയ കമ്പനി വന്നു കഴിഞ്ഞാൽ അതിനെ അക്വിസിഷൻ എന്ന് പറയാം. അത് കേസ് 1. ദെൻ കേസ് 2, an existing company takes over the existing business of a sole trader or a partnership firm. അതായത് പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നില്ല, പഴയ നിലവിലിരിക്കുന്ന കമ്പനി തന്നെയാണ്. നിലവിലിരിക്കുന്ന കമ്പനി അതായത് എക്സ് ലിമിറ്റഡ്, ദാറ്റ് മീൻസ് ആ കമ്പനി നേരത്തെ ഉള്ളതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനി എന്ത് ചെയ്യുന്നു? ഒരു സോൾ ട്രേഡറിനെയോ പാർട്ണർഷിപ്പിനെയോ വാങ്ങിച്ചാൽ അത് അക്വിസിഷൻ തന്നെയാണ്. അത് കേസ് 2ലാണ് പറയുന്നത്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് ടേം, പർച്ചേസ് കൺസിഡറേഷൻ. See, it is the purchase price paid by the purchasing company to the vendor, that is seller. അപ്പൊ അക്വിസിഷന്റെ കേസിൽ 2 പാർട്ടീസ് ആണ് ഉള്ളത്. ഒന്ന് പർച്ചേസിംഗ് കമ്പനി, മറ്റൊന്ന് സെല്ലർ. സെല്ലർ നമ്മൾ വെൻഡർ എന്നും കൂടെ പറയും, വെൻഡർ. ഓക്കെ, അപ്പൊ പർച്ചേസിംഗ് കമ്പനി വാങ്ങുന്ന കമ്പനിയാണ്. ഏത് ബിസിനസ്സിനെയാണോ വാങ്ങിക്കുന്നത് ആ വാങ്ങിക്കുന്ന അവരാണ് സെല്ലർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പർച്ചേസിംഗ് കമ്പനി ആൻഡ് സെല്ലർ 2 പാർട്ടീസ് ആണ് വരുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കമ്പനി നമ്മുടെ വെൻഡർക്ക് എന്ത് കൊടുക്കണം? ഒരു കൺസിഡറേഷൻ കൊടുക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പർച്ചേസ് പ്രൈസ് പെയ്ഡ് ബൈ ദ പർച്ചേസിംഗ് കമ്പനി ടു ദ വെൻഡർ. അതായത് സെല്ലർക്ക് പർച്ചേസിംഗ് കമ്പനി കൊടുക്കുന്ന പർച്ചേസ് പ്രൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പർച്ചേസ് കൺസിഡറേഷൻ. This PC can be paid either in the form of cash or in the form of shares or debentures or a combination of these. PC എന്ന് പറഞ്ഞാൽ പർച്ചേസ് കൺസിഡറേഷൻ. അപ്പൊ ഇതെങ്ങനെയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു? ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഓർ ഇൻ ദ ഫോം ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, ഷെയറുകളായിട്ടോ ഡിബഞ്ചറുകളായിട്ടോ കൊടുക്കാം, ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ്. 3ഉം മിക്സ് ചെയ്തുകൊണ്ട് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കാവുന്ന. മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പൊ പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ആണ് പറയുന്നത്. ഒന്ന്, ലംസം മെത്തേഡ്. In this method, the purchasing company and
the vendors agrees on a lump sum amount as the total purchase consideration of the business taken over. അതായത് ലംസം മെത്തേഡ് പറയുന്നത് പർച്ചേസിംഗ് കമ്പനിയും വെൻഡർ, അതായത് വെൻഡർ ആരാണ്, സോൾ ട്രേഡറോ പാർട്ട്ണർഷിപ്പ് ഫേമോ ആണ്. ഈ വെൻഡറും പർച്ചേസിംഗ് കമ്പനിയും കൂടെ തീരുമാനിച്ച് ഉറപ്പിക്കുന്ന ഒരു എമൗണ്ട് ആണ് എന്ത്, ലംസം മെത്തേഡായിട്ട് ലംസം മെത്തേഡിൽ PC ആയിട്ട് പറയുന്നത്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു എക്സാമ്പിളോട് നോക്കാം. എക്സ് ലിമിറ്റഡ് ടേക്സ് ഓവർ ദ റണ്ണിംഗ് ബിസിനസ് ഓഫ് മിസ്റ്റർ റാം ഫോർ എ കൺസിഡറേഷൻ ഓഫ് ₹5 lakh. ഹിയർ ₹5 lakh ഈസ് ദ എമൗണ്ട് ഓഫ് PC. അതായത് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ തന്നെ പറയുന്നു, എക്സ് ലിമിറ്റഡ് മിസ്റ്റർ റാം എന്ന് പറയുന്നത് ഒരു സോൾ ട്രേഡർ ആണെന്ന് മനസ്സിലായല്ലോ. അപ്പൊ എക്സ് ലിമിറ്റഡ് മിസ്റ്റർ റാമിന്റെ ബിസിനസ് എടുക്കുന്ന സമയത്ത് എക്സ് ലിമിറ്റഡ് മിസ്റ്റർ റാമിന് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് മിസ്റ്റർ റാമിന്റെ ബിസിനസ് ആര് വാങ്ങിക്കുന്നത്, എക്സ് ലിമിറ്റഡ് വാങ്ങിക്കുന്നത്. ഓക്കെ, ഹിയർ ₹5 lakh ദാറ്റ് ഈസ് പർച്ചേസ് കൺസിഡറേഷൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടാവും. സോ നമ്മളിവിടെ ദർ ഇസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് PC. ഇവിടെ നമ്മൾ PC കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ലംസം മെത്തേഡ്. ക്ലിയർ? ദെൻ സെക്കൻഡ്, നെറ്റ് അസറ്റ് മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ്. അതായത് നെറ്റ് അസറ്റ് മെത്തേഡ് പറയുന്നത് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് നെറ്റ് അസറ്റിന് തുല്യമാണ്. അപ്പൊ എന്താണ് നെറ്റ് അസറ്റ്? നെറ്റ് അസറ്റ് ഈക്വൽ ടു അസറ്റ്സ് ടേക്കൺ ഓവർ മൈനസ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അസറ്റ് മൈനസ് ലയബിലിറ്റി എന്നല്ല എഴുതിയത്, അസറ്റ്സ് ടേക്കൺ ഓവർ മൈനസ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അതായത് പർച്ചേസിംഗ് കമ്പനി, നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ് ലിമിറ്റഡ് മിസ്റ്റർ റാമന്റെ ബിസിനസ് വാങ്ങിക്കുന്നു പറഞ്ഞു. അപ്പോൾ അവിടെ പർച്ചേസിംഗ് കമ്പനി ആരാണ്? എക്സ് ലിമിറ്റഡ് ആണ്. മിസ്റ്റർ റാം ആണ് എന്ത്, സെല്ലിംഗ് എന്താണ്, സെല്ലർ അല്ലെങ്കിൽ വെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ പർച്ചേസിംഗ് കമ്പനിയായ എക്സ് ലിമിറ്റഡ് സെല്ലർ ആയിട്ടുള്ള റാമിന് എന്താണ് കൊടുക്കുന്നത്, അതാണ് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ നെറ്റ് അസറ്റ് മെത്തേഡിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ടേക്കൺ ഓവർ മൈനസ് ലയബിലിറ്റി ടേക്കൺ ഓവർ എന്താണോ അത് തന്നെയാണ് എന്ത്, PC ആയിട്ട് കൊടുക്കുന്നത്. അതായത് പർച്ചേസിംഗ് കമ്പനി ഏതൊക്കെയാണോ അസറ്റ് എടുക്കുന്നത്, അതുപോലെ തന്നെ പർച്ചേസിംഗ് കമ്പനി ഏതൊക്കെയാണ് ലയബിലിറ്റി എടുക്കുന്നത്, ഇതിന്റെ ഡിഫറൻസ് ആണ് എന്ത്, നെറ്റ് അസറ്റ് എന്ന് പറയുന്നത്. ഈ നെറ്റ് അസറ്റ് ആണ് എന്ത്, PC ആയിട്ട് നെറ്റ് അസറ്റ് മെത്തേഡിൽ കാണിക്കേണ്ടത്. ഓക്കെ, ദെൻ നെറ്റ് അസറ്റ് മെത്തേഡിൽ നമ്മൾ ചില കാര്യങ്ങൾ ഓർമ്മിക്കാനുണ്ട്. അതിൽ പോയിന്റ് ഞാൻ എഴുതിയിരിക്കുന്നത് പോയിന്റ്സ് ടു ബി റിമെമ്പേർഡ്. ഫസ്റ്റ് വൺ, ദിസ് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഇഫ്. അതായത് നെറ്റ് അസറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റും. എങ്ങനെയാണെങ്കിൽ താഴെ 2 കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് മാത്രമേ നമ്മൾ നെറ്റ് അസറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന്, ദർ ഈസ് നോ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് നെറ്റ് പേയ്മെന്റ് മെത്തേഡ്. അതായത് നെറ്റ് പേയ്മെന്റ് മെത്തേഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫോർമേഷൻസും ക്വസ്റ്റിനകത്ത് ഇല്ലെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് അസറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ്, അവിടെ ഞാൻ പോയിന്റ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ദാറ്റ് ഈസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്. ക്വസ്റ്റിനകത്ത് ഷെയർ ഇഷ്യൂ ചെയ്യുന്നു, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു എന്ന് കാണിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് അസറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. ദെൻ സെക്കൻഡ് വൺ, ദർ ഈസ് നോ ലംസം എമൗണ്ട് ഈസ് ഗിവൺ ആസ് PC. പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ലംസം എമൗണ്ട് നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് പറഞ്ഞില്ലേ, അതായത് ഡയറക്റ്റ് ഒരു എമൗണ്ടും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ് അസറ്റ് മെത്തേഡ് ഫോളോ ചെയ്യാം. ദെൻ സെക്കൻഡ് പോയിന്റ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂസ് നോട്ട് അറ്റ് ബുക്ക് വാല്യൂസ്. അതായത് എടുക്കുന്നത് പർച്ചേസിംഗ് കമ്പനി എടുക്കുന്ന അസറ്റും ലയബിലിറ്റിയും, ഇപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, പർച്ചേസിംഗ് കമ്പനി സെല്ലറുടെ, അതായത് സോൾ ട്രേഡറിന്റെയോ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെയോ അസറ്റ് ആൻഡ് ലയബിലിറ്റി എടുക്കുന്ന സമയത്ത് എടുക്കുന്ന വില എന്ന് പറയുന്നത് എഗ്രീഡ് വാല്യൂസ് ആണ്. എഗ്രീഡ് വാല്യൂസ് എന്ന് പറഞ്ഞെങ്കിൽ അത് മിക്കവാറും ഫെയർ വാല്യൂ, മാർക്കറ്റ് വാല്യൂ ആയിരിക്കാം, നോട്ട് അറ്റ് ബുക്ക് വാല്യൂ. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞെങ്കിൽ ബാലൻസ് ഷീറ്റ് വാല്യൂ ആണ് ബുക്ക് വാല്യൂ. ബാലൻസ് ഷീറ്റ് വാല്യൂലല്ല എടുക്കേണ്ടത്, എഗ്രീഡ് വാല്യൂലാണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്കത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്, ക്വസ്റ്റ്യനകത്ത് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റാണ് തന്നിരിക്കുന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിനകത്തുള്ള അസറ്റിന്റെയും ലയബിലിറ്റിയും വാല്യൂ അത് ബുക്ക് വാല്യൂ ആണ്. ആ ബുക്ക് വാല്യൂവിന് പുറമെ അഡ്ജസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻ ആയിട്ട് നമുക്ക് വാല്യൂ വ്യത്യാസം തന്നിട്ടുണ്ടാവും. അതായത് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ഐറ്റം. ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞൊരു ഐറ്റം ബാലൻസ് ഷീറ്റിനകത്ത് 1 lakh ആണ് ഉള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിന് പുറത്ത് അതർ ഇൻഫോർമേഷൻ ആയിട്ട് പറയുന്നു, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഈസ് ടേക്കൺ ഓവർ അറ്റ് ₹1,50,000. അതായത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 1.5 ലക്ഷത്തിനാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നെറ്റ് അസറ്റ് മെത്തേഡിൽ എടുക്കേണ്ട വില എന്താണ്,
1,50,000 ആണ്, അല്ലാതെ ബാലൻസ് ഷീറ്റ് കൊടുത്തിരിക്കുന്ന 1 lakh അല്ല. ഇതാണ് അതിന്റെ മീനിങ്. അപ്പോൾ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എടുക്കുന്നെന്ന് പറഞ്ഞാൽ എഗ്രീഡ് വാല്യൂ ആയിരിക്കണം. എഗ്രീഡ് വാല്യൂ വിൽ ബി ഗിവൺ ഇൻ യുവർ അഡ്ജസ്റ്റ്മെന്റ്. ദെൻ ബുക്ക് വാല്യൂ ഈസ് അവർ ബാലൻസ് ഷീറ്റ് വാല്യൂ. എഗ്രീഡ് വാല്യൂ ഒന്നും പറയുന്നില്ലെങ്കിൽ ആരെ തന്നെ എടുക്കാം? ബുക്ക് വാല്യൂസിനെ തന്നെ എടുക്കാം. ദെൻ തേർഡ് വൺ, നെവർ ടേക്സ് ഫിക്ടീഷ്യസ് അസറ്റ് സച്ച് ആസ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് നെറ്റ് അസറ്റ് മെത്തേഡിൽ നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത അസറ്റുകളാണ് ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാ ഫിക്ടീഷ്യസ് അസറ്റ്? ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദാറ്റ് ഈസ് ലോസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ അത് ലോസ് ആണ്. എപ്പോഴും ഓർമ്മിക്കേണ്ട കാര്യം, പ്രോഫിറ്റിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ആ ഡെബിറ്റ് ബാലൻസ് വന്നാൽ അത് ലോസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉള്ളതെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലോസ്. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ഐറ്റം ഫിക്ടീഷ്യസ് അസറ്റ് ആണ്, ഇത് എടുക്കരുത്. ദെൻ ഇറ്റ് ഈസ് ഗിവൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ അഡ്വർടൈസിംഗ് സസ്പെൻസ് അക്കൗണ്ട്, നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ അഡ്വർടൈസിംഗ് സസ്പെൻസ് അക്കൗണ്ട്. ദെൻ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ദ unwritten amount of deferred revenue expenditure like preliminary expense not written off etc. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഫിക്ടീഷ്യസ് അസറ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ്. അത് എവിടെയാണ് ഉണ്ടാവുന്നത്? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. ദെൻ അതുപോലെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലുള്ള മറ്റ് അസറ്റുകൾ, ഫിക്ടീഷ്യസ് അസറ്റുകൾ, ഒന്ന് അഡ്വർടൈസിംഗ് സസ്പെൻസ് അക്കൗണ്ട്, മറ്റൊന്ന് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, ദെൻ ദ അൺറിട്ടൺ എമൗണ്ട് ഓഫ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതായത് പ്രിലിമിനറി എക്സ്പെൻസ് നോട്ട് റിട്ടൺ ഓഫ്. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫിക്ടീഷ്യസ് അസറ്റ് ആണ്. ഇതൊന്നും തന്നെ അസറ്റ്സ് ടേക്കൺ ഓവർ എടുക്കരുത്. Fourth point, never takes internal liabilities such as share capital, credit balance of profit and loss account, reserve. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഓൺ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്ടീഷ്യസ് അസറ്റ് എടുക്കരുത് നെറ്റ് അസറ്റ് മെത്തേഡിൽ. അതേപോലെ തന്നെയാണ് ഇന്റേണൽ ലയബിലിറ്റീസ്, ദീസ് ഐറ്റംസ് നെവർ ബി ടേക്ക്. ഓക്കെ, ഇങ്ങനെയുള്ള ഐറ്റംസ് എടുക്കരുത്. അപ്പൊ ഇന്റേണൽ ലയബിലിറ്റിക്ക് എക്സാമ്പിൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് ബാലൻസ് പറഞ്ഞെങ്കിൽ എന്താണ് മീനിങ്? പ്രോഫിറ്റ്. ദെൻ അതുപോലെ റിസർവ്, പ്രോഫിറ്റിന്റെ ഭാഗമാണ് റിസർവ്. ഇങ്ങനെയുള്ള ഐറ്റംസ് ക്വസ്റ്റിനകത്ത് ബാലൻസ് ഷീറ്റിനകത്ത് തന്നിരുന്നാൽ നമ്മൾ നെറ്റ് അസറ്റ് മെത്തേഡിൽ നമ്മുടെ അസറ്റ് ടേക്കൺ ഓവർ മൈനസ് ലയബിലിറ്റി ടേക്കൺ ഓവർ എഴുതുന്ന സമയത്ത് ഈ ലയബിലിറ്റികൾ ആ ഇക്വേഷനിൽ പെടാൻ പാടില്ല. ദെൻ ഫിഫ്ത്ത് വൺ, if agreed amount of goodwill is given in the question, such amount of goodwill can be added with the asset taken over. അതായത് ഗുഡ്വില്ലിന്റെ എന്തെങ്കിലും ഇൻഫോർമേഷൻ നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്വില്ലും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അസറ്റ് ടേക്കൺ ഓവറിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പർച്ചേസിംഗ് കമ്പനി സെല്ലറെ, അതായത് നമ്മുടെ മിസ്റ്റർ റാമിന്റെ ബിസിനസ് വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് വാങ്ങിക്കുന്ന സമയത്ത് അവരുടെ ഗുഡ് വില്ലിന് വേണ്ടി സെപ്പറേറ്റ് പൈസ കാണിക്കുന്നുണ്ടെങ്കിൽ, ഗുഡ് വില്ലിനും കൂടെ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പൈസയും കൂടെ അവരെന്ത് ചെയ്യണം? നമ്മുടെ പർച്ചേസിംഗ് കമ്പനി കൊടുക്കേണ്ടതാണ്. അപ്പൊ പർച്ചേസിംഗ് കമ്പനി ഗുഡ് വില്ലിന്റെ പൈസയും കൂടെ അസറ്റ് ടേക്കൺ ഓവറിന്റെ കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം, ഗുഡ് വില്ലിന്റെ ഇൻഫർമേഷൻ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അസറ്റ് ടേക്കൺ ഓവറിന്റെ കൂടെ ആഡ് ചെയ്യണം. Then sixth one, the assets and liabilities not taken over by the company should not be included while calculating net asset. അതായത് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ പർച്ചേസിംഗ് കമ്പനി. പർച്ചേസിംഗ് കമ്പനിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് പർച്ചേസിംഗ് കമ്പനി എടുക്കാത്ത അസറ്റ് ആൻഡ് ലയബിലിറ്റി അത് നെറ്റ് അസറ്റിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നോട്ട് ടേക്കൺ ഓവർ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ക്വസ്റ്റ്യനകത്ത് പറയും നമുക്ക് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസിംഗ് കമ്പനി എടുക്കുന്നില്ല, അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾ പർച്ചേസിംഗ് കമ്പനി എടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു അസറ്റോ ഒരു ലയബിലിറ്റിയോ എടുക്കുന്നില്ലെങ്കിൽ ആ എടുക്കാത്ത അസറ്റും ലയബിലിറ്റിയും നമ്മൾ നെറ്റ് അസറ്റ് മെത്തേഡിലെ ഫോർമുലയിൽ ഉൾപ്പെടുത്താൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അസറ്റ് ടേക്കൺ ഓവർ മൈനസ് ലയബിലിറ്റി ടേക്കൺ ഓവർ എന്ന് നമ്മൾ ഇക്വേഷൻ എഴുതിയത്. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് പി സി അണ്ടർ നെറ്റ് അസറ്റ് മെത്തേഡ്. എങ്ങനെയാണ് നെറ്റ് അസറ്റ് മെത്തേഡിൽ പി സി കണ്ടുപിടിക്കുന്നത്? ചെറിയൊരു ഫോർമുല പോലെ എഴുതാണത്. എഗ്രീഡ് വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ. നമ്മൾ പറഞ്ഞു അസറ്റ് ടേക്കൺ ഓവർ ചെയ്യുന്നത് ബുക്ക് വാല്യൂലല്ല, എഗ്രീഡ് വാല്യൂലാണ്. സോ അസറ്റ്സ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. ദെൻ ഓരോ അസറ്റും സെപ്പറേറ്റ് എഴുതണം. ദെൻ ആഡ് എഗ്രീഡ് വാല്യൂ ഓഫ് ഗുഡ് വിൽ.
ഇഫ് എനി ഗുഡ് വിൽ ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ അസറ്റ് ആണ് കിട്ടിയത്. ദെൻ മൈനസ് എഗ്രീഡ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. അസറ്റ് ടേക്കൺ ഓവറിൽ നിന്നും ലയബിലിറ്റി ടേക്കൺ ഓവർ ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ നെറ്റ് ഫിഗർ ആണ് എന്ത്? പർച്ചേസ് കൺസിഡറേഷൻ. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇഫ് ദ എഗ്രീഡ് വാല്യൂ ഓഫ് ടാൻജിബിൾ അസറ്റ് അക്വയേർഡ് ഈസ് ₹1,80,000. അതായത് ടാൻജിബിൾ അസറ്റ് വാങ്ങിച്ചിരിക്കുന്നത് 1,80,000 എഗ്രീഡ് വാല്യൂ തന്നെയാണ് കൊടുത്തത്. ആൻഡ് എഗ്രീഡ് വാല്യൂ ഓഫ് ലയബിലിറ്റീസ് അസ്യൂംഡ് ഈസ് ₹20,000. അതേസമയം ലയബിലിറ്റീസ് അതിന്റെ എഗ്രീഡ് വാല്യൂ എന്ന് പറയുന്നത് 20,000 ആണ്. ആൻഡ് ഇഫ് PC is fixed at ₹1,75,000. The amount paid for goodwill is ₹15,000. ഇവിടെ നോക്കാം, ഇവിടെ ടോട്ടൽ അസറ്റ് ടേക്കൺ ഓവർ 1,80,000 ആണ്. ദെൻ ലയബിലിറ്റി ടേക്കൺ ഓവർ എത്രയാണ്? 20,000. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ടേക്കൺ ഓവർ മൈനസ് ലയബിലിറ്റി ടേക്കൺ ഓവർ ആണ്. അപ്പോൾ നമുക്ക് അത് PC ആണ്, 1,60,000 ആണ് കിട്ടേണ്ടത്. പക്ഷേ if PC is fixed at ₹1,75,000. നേരത്തെ ക്വസ്റ്റിനകത്ത് പറഞ്ഞ PC എത്രയാണ്? 1,75,000 ആണ്. അപ്പോൾ ആക്ച്വലി 1,80,000 മൈനസ് 20,000 ഈക്വൽ ടു 1,60,000 ആണ് PC കിട്ടേണ്ടത്. ഇവിടെ PC നേരത്തെ 1,75,000 ആണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കമ്പനിയും സെല്ലറും കൂടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അധികം ഒരു 15,000 വന്നിട്ടുണ്ട്. ദ എമൗണ്ട് പെയ്ഡ് ഫോർ ഗുഡ് വിൽ ഈസ് ₹15,000. അപ്പോൾ അധികം കൊടുത്തിരിക്കുന്ന 1,60 പകരം 1,75 കൊടുക്കേണ്ടി വന്നു. ഈ 75,000 രൂപയാണ്. 75,000 രൂപ ഇതിൽ 15,000 രൂപ എന്താണ്? നമ്മുടെ ഗുഡ് വില്ലാണ്. ദാറ്റ് ഈസ് ആസ് പെർ നെറ്റ് അസറ്റ് ഓർ PC ഈസ്, അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെറ്റ് അസറ്റ് മെത്തേഡ് പ്രകാരം PC 1,60,000 ആണ്. ബട്ട് ഹിയർ PC ഈസ് ഫിക്സ്ഡ് അറ്റ് ₹1,75,000. അപ്പോൾ 1,75,000 ആയിട്ടാണ് PC ഡിറ്റർമിൻ ചെയ്തിരിക്കുന്നത്, കൊടുത്തിരിക്കുന്നത്. സോ ദർ ഈസ് ആൻ ഇൻടാൻജിബിൾ അസറ്റ്. ഈ ഒരു ഇൻഫോർമേഷൻ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. PCനേക്കാളും ഒരു 15,000 രൂപ ഇവിടെ കൂടുതലുണ്ട്. ആ 15,000 രൂപ എന്തിനു വേണ്ടി കൊടുക്കുന്നതാണ്? ഫോർ ടേക്കിംഗ് ഓവർ ദ ഇൻടാൻജിബിൾ അസറ്റ് ഗുഡ് വിൽ. ഓക്കെ, that is 1,75,000 minus 1,60,000. സെക്കൻഡ് എക്സാമ്പിൾ. അപ്പോൾ നെറ്റ് അസറ്റ് മെത്തേഡിന് ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് അസറ്റ് ടേക്കൺ ഓവർ വർത്ത് ₹8 lakh. അതായത് അസറ്റ്സ് ടേക്കൺ ഓവർ 8 lakh ആണ്. ദെൻ വൈൽ ദ ലയബിലിറ്റീസ് ടേക്കൺ ഓവർ എമൗണ്ടഡ് ടു ₹2 lakh. 2 lakh ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. ഹിയർ പർച്ചേസ് കൺസിഡറേഷൻ ഈസ് ഈക്വൽ ടു നെറ്റ് അസറ്റ്. അതായത് ടോട്ടൽ അസറ്റ്സ് ടേക്കൺ ഓവർ 8 lakh, ലയബിലിറ്റീസ് ടേക്കൺ ഓവർ 2 lakh. ദെൻ ഡിഫറൻസ് ആണ് എന്ത്? അസറ്റ്സ് ടേക്കൺ ഓവർ മൈനസ് ലയബിലിറ്റി ടേക്കൺ ഓവർ, ദാറ്റ് ഈസ് നെറ്റ് അസറ്റ്. സോ നെറ്റ് അസറ്റ് ഈക്വൽ ടു 8 lakh മൈനസ് 2 lakh, ദാറ്റ് ഈസ് 6 lakh. സോ ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് PC. ക്ലിയർ? ദെൻ തേർഡ് മെത്തേഡ്, നെറ്റ് പേയ്മെന്റ് മെത്തേഡ്. In this method, the PC is calculated by adding the various amounts like payments in cash, shares or in debentures or a combination of these. അതായത് നെറ്റ് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ PC കൊടുക്കുന്നത്, ക്യാഷ്, ഷെയർ, ഡിബഞ്ചർ, ഇങ്ങനെ 2 or 3 കമ്പോണന്റുകളായിട്ടാണ് PC കൊടുക്കുന്നതെങ്കിൽ അതിന്റെ സം ടോട്ടലിനാണ് എന്ത് പറയുന്നത്? നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ PC എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത് ഇൻ ദിസ് മെത്തേഡ് PC ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ്. ഇതൊക്കെ ആഡ് ചെയ്യണം. ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? അതായത് പേയ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്, പേയ്മെന്റ് ഇൻ ദ ഫോം ഓഫ് ഷെയർസ് ഓർ ഇൻ ഡിബഞ്ചേഴ്സ് ഓർ എ കോമ്പിനേഷൻ ഓഫ് ദീസ്. ക്യാഷ് ആയിട്ട്, ഷെയറുകളായിട്ട്, ഡിബഞ്ചറുകളായിട്ട് PC കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നെറ്റ് പേയ്മെന്റ് മെത്തേഡിലാണ് ഉൾപ്പെടുത്തുന്നത്. പോയിന്റ്സ് ടു ബി റിമെമ്പേർഡ്. ഞാൻ ഇവിടെ നെറ്റ് പേയ്മെന്റ് മെത്തേഡിലും കുറച്ച് പോയിന്റ്സുകൾ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ദിസ് മെത്തേഡ് ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഇഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അതായത് നെറ്റ് പേയ്മെന്റ് മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഇഫ് ദ ഡീറ്റെയിൽസ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനകത്ത് ഷെയറിന്റെയോ ഡിബഞ്ചറിന്റെയോ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ നമുക്ക് നെറ്റ് പേയ്മെന്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. അതായത് പർച്ചേസിംഗ് കമ്പനി സെല്ലർക്ക് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ഷെയറുകളോ ഡിബഞ്ചറുകളോ കൊടുക്കുന്നുണ്ട് എന്ന് ക്വസ്റ്റിനകത്ത് പറഞ്ഞാൽ മാത്രം വി ക്യാൻ അപ്ലൈ നെറ്റ് പേയ്മെന്റ് മെത്തേഡ്. ദെൻ സെക്കൻഡ് വൺ, ഫോർ കാൽക്കുലേറ്റിംഗ് PC, the shares and debentures issued to the vendor will be taken at their issue price and not the face value. അതായത് PC കൊടുക്കുന്നത് ഷെയറുകളായിട്ടോ ഡിബഞ്ചറുകളായിട്ടോ ആണ് വെണ്ടർക്ക് PC കൊടുക്കുന്നത്. അതായത് സെല്ലർക്ക് PC കൊടുക്കുന്നത്
ഷെയറുകൾ ആയിട്ട് അല്ലെങ്കിൽ ഡിബഞ്ചറുകളോ ആയിട്ടാണെങ്കിൽ ദാറ്റ് വിൽ ബി ടേക്കൺ അറ്റ് ദെയർ ഇഷ്യൂ പ്രൈസ്. അപ്പൊ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾ ഡിബഞ്ചറുകളും ഇഷ്യൂ പ്രൈസിന് തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, നോട്ട് ദെയർ ഫേസ് വാല്യൂ. ഫേസ് വാല്യൂ വെച്ചിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്, ഇഷ്യൂ പ്രൈസ് ആണ്. അപ്പൊ ഫേസ് വാല്യൂ ഇഷ്യൂ പ്രൈസ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സപ്പോസ് ഫേസ് വാല്യൂ ഓഫ് എ ഷെയർ ഈസ് ₹10 ബട്ട് ഇറ്റ്സ് ഇഷ്യൂ പ്രൈസ് ഈസ് ₹12. അപ്പോൾ 10 രൂപ വിലയുള്ള ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 രൂപ തന്നെയാണ്. അതിന്റെ ഇഷ്യൂ പ്രൈസ് 12 എന്ന് പറഞ്ഞെങ്കിൽ 2 രൂപ അധികം കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതിന് നമ്മൾ എന്താ പറയാ, സെക്യൂരിറ്റി പ്രീമിയം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് PC കണ്ടുപിടിക്കുന്ന സമയത്ത് നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ ഇഷ്യൂ പ്രൈസ് എന്ന് പറയുന്നതാണ് എടുക്കേണ്ടത്, ഫേസ് വാല്യൂ അല്ല. ദാറ്റ് മീൻസ് ഇഫ് ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് എ പ്രീമിയം ഓർ അറ്റ് എ ഡിസ്കൗണ്ട് ദാറ്റ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് വൈൽ കാൽക്കുലേറ്റിംഗ് PC. ഷെയറുകൾ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ ഇഷ്യൂ ചെയ്യുന്നത് അതും കൂടെ നോക്കി അതുകൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം PC കണ്ടുപിടിക്കാനായിട്ട്. ഇവിടെ നോക്കാം, കാൽക്കുലേഷൻ ഓഫ് PC അണ്ടർ നെറ്റ് പേയ്മെന്റ് മെത്തേഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാഷ്, ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ഇതിന്റെ മൂന്നിന്റെ സം ടോട്ടലാണ് എന്ത്, പർച്ചേസ് കൺസിഡറേഷൻ ഇൻ നെറ്റ് പേയ്മെന്റ് മെത്തേഡ്. ക്യാഷ്, ഷെയർ ക്യാപിറ്റൽ, ഡിബഞ്ചേഴ്സ്, ടോട്ടൽ ഓഫ് ദീസ് 3 കമ്പോണൻസ് ഈസ് PC. സി, നെറ്റ് പേയ്മെന്റ് മെത്തേഡിൽ ഞാനിവിടെ 2 എക്സാമ്പിൾ ആണ് എഴുതിയിരിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് നോക്കാം. എക്സ് ലിമിറ്റഡ് എഗ്രീസ് ടു ടേക്സ് ഓവർ the business of Mr. Varun by paying ₹1 lakh in shares, ₹50,000 in debentures and ₹30,000 in cash. ഇവിടെ നോക്കണം, എക്സ് ലിമിറ്റഡ് എഗ്രീസ് ടു ടേക്സ് ഓവർ the business of Mr. Varun. അപ്പൊ എക്സ് ലിമിറ്റഡ് ഇറ്റ് ഇസ് എ കമ്പനി, ദെൻ മിസ്റ്റർ വരുൺ ഹി ഈസ് എ സോൾ ട്രേഡർ. അപ്പൊ എക്സ് ലിമിറ്റഡ് ആണ് മിസ്റ്റർ വരുൺ എന്ന സോൾ ട്രേഡറിനെ വാങ്ങിക്കുന്നത്. ദെൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, ബൈ പേയിങ്. എക്സ് ലിമിറ്റഡ് വരുണിന് കൊടുക്കുന്നത് ₹1 lakh ഇൻ ഷെയർസ്, 1 ലക്ഷം രൂപയുടെ ഷെയർ, അതുപോലെ 50,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് ആൻഡ് 30,000 ഇൻ ക്യാഷ്. ക്യാഷ് ആയിട്ട് 30,000 രൂപ. അങ്ങനെയാണെങ്കിൽ PC എന്തായിരിക്കും, ദ സം ഓഫ് ദീസ്, ഈ 3 കമ്പോണന്റിന്റെയും സം ആയിരിക്കും PC. ക്യാഷ് 30,000, ഷെയർ 1 lakh, ഷെയർ ക്യാപിറ്റൽ ആണ് 1 lakh, ഡിബഞ്ചേഴ്സ് 50,000, ദെൻ ടോട്ടൽ PC 1,80,000. ക്ലിയർ? സെക്കൻഡ്, a company which has taken over the business of a firm agrees to issue 10,000 shares of ₹10 each at a premium of ₹2 per share. ഇത്രയും നമുക്ക് നോക്കാം. ഒരു കമ്പനി എന്താ ചെയ്യുന്നത്, ടേക്സ് ഓവർ ദ ബിസിനസ് ഓഫ് എ ഫേം, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിനെയാണ് കമ്പനി എടുക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. എഗ്രീസ് ടു ഇഷ്യൂ, കമ്പനി എഗ്രി ചെയ്തിരിക്കുന്നത് ദ ഇഷ്യൂ 10,000 ഷെയർസ് ഓഫ് ₹10 each, 10 രൂപ വിലയുള്ള 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത്. ആർക്ക്, നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമിന്. ദെൻ അറ്റ് എ പ്രീമിയം ഓഫ് ₹2 per ഷെയർ, 10 രൂപയാണ് ഫേസ് വാല്യൂ, പക്ഷേ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഷെയറിന് 10 രൂപയല്ല 12 രൂപയാണ് വില, 2 രൂപ എന്താണ്, പ്രീമിയമാണ്. ദെൻ അതേപോലെ 500 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് എ ഡിസ്കൗണ്ട് ഓഫ് 5%. ഷെയർ മാത്രമല്ല ഇഷ്യൂ ചെയ്യുന്നത്, അറ്റ് ദ സെയിം ടൈം ദ കമ്പനി ആൾസോ ഇഷ്യൂ 500 debentures. Here the face value of a debenture is ₹100 but it is issued at a discount of 5%. 100 രൂപ വിലയുള്ള 500 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്, 5% ആണ് ഡിസ്കൗണ്ട്. ഫേസ് വാല്യൂയിലാണ് നമ്മൾ ഡിസ്കൗണ്ടും അതുപോലെ പ്രീമിയവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫേസ് വാല്യൂയിലാണ്. ആൻഡ് പേ ₹30,000 ഇൻ ക്യാഷ് ടു ദ പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം. ഈ ഫേമിന്റെ പാർട്ട്നേഴ്സിന് ഇങ്ങനെ 3 എലമെന്റുകളായിട്ടാണ് കൊടുക്കുന്നത്, 3 കമ്പോണന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. 10,000 ഷെയറുകള്, ദെൻ 500 ഡിബഞ്ചറുകള്, ₹30,000 ഇൻ ക്യാഷ്, 30,000 രൂപ ക്യാഷ് ആയിട്ട്. ഇൻ ദിസ് കേസ് PC ഷാൾ ബി. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് PC ആണ്. ഇതിന്റെ 3ന്റെയും സം ടോട്ടലാണ് PC നമുക്കറിയാം, ക്യാഷ്, ഷെയർ, ഡിബഞ്ചേഴ്സ്. പക്ഷേ ക്യാഷ് നമുക്ക് ഡയറക്റ്റ് എഴുതാം, അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. ഷെയർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം 10,000 ഇൻറ്റു 10 എഴുതാൻ പാടില്ല, 12 എഴുതേണ്ടത്. കാരണം എന്താ, 2 രൂപ പ്രീമിയമാണ്. ഓക്കെ. അതുപോലെ ഡിബഞ്ചർ എഴുതുന്ന സമയത്ത് 500 ഡിബഞ്ചേഴ്സ് ഇൻറ്റു 100 എഴുതിക്കൂടാ, കാരണം 5% എന്താണ്, ഡിസ്കൗണ്ട് ആണ്. അപ്പൊ 500 ഇൻറ്റു 95 എന്ന് മാത്രമേ എഴുതാൻ പറ്റൂ. ഓക്കെ. അപ്പോ ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്, PCന്റെ ഫസ്റ്റ് കമ്പോണന്റ് ക്യാഷ് 30,000 ഡയറക്റ്റ് ആയിട്ട് എഴുതി. സെക്കൻഡ് എന്താണ്, ഷെയർ ക്യാപിറ്റൽ ആണ്. ഷെയർ ക്യാപിറ്റൽ എഴുതുന്ന സമയത്ത് നമുക്കറിയാം 10,000 ഷെയർസ് ഓഫ് ₹10, 10 രൂപയാണ് ഫേസ് വാല്യൂ, അപ്പൊ 1 lakh കിട്ടും. പ്ലസ് സെക്യൂരിറ്റി പ്രീമിയം 10,000 ഇൻറ്റു 2, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതിയാൽ മതി, 10,000 ഇൻറ്റു 12 എന്ന് കൊടുത്താലും മതി.
12 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. എപ്പോഴും നോക്കാം ഫേസ് വാല്യൂ എല്ലാം എടുക്കേണ്ടത് ഇഷ്യൂ പ്രൈസ് ആണ്. 10 രൂപയാണ് ഫേസ് വാല്യൂ, 2 രൂപയുടെ കൂടെ കൂട്ടിയപ്പം 12 രൂപയാണ് ഇഷ്യൂ പ്രൈസ്. ദെൻ ടോട്ടൽ എത്ര കിട്ടി? 1,20,000. അപ്പോൾ 2 കമ്പോണന്റ് എഴുതി. ഇനി തേർഡ് വൺ എന്താണ് അവർ കൊടുക്കുന്നത്? ഡിബഞ്ചേഴ്സ് ആണ് കൊടുക്കുന്നത്. ഡിബഞ്ചേഴ്സ് 500 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100. 50,000 രൂപേന്റെ ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യുന്നത്. പക്ഷേ 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നില്ല, ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 5% ഡിസ്കൗണ്ട് ആണല്ലോ. അപ്പൊ നമ്മൾ നോക്കിയാൽ മതി എത്ര വരും അത്? നമ്മുടെ 100 രൂപേന്റെ 5% 5 രൂപയാണ്. അപ്പോൾ 500 × 95 അങ്ങനെ ഡയറക്റ്റ് കൊടുത്താൽ മതി. 47,500 വരും. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, ഞാനിവിടെ ഡിസ്കൗണ്ട് സെപ്പറേറ്റ് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 500 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 50,000 ലെസ് ഡിസ്കൗണ്ട് 5%. 500 × 5 500. ഓക്കെ, ദെൻ 47,500. ഈ ഫിഗർ എന്ന് പറയുന്നത് എന്താണ്? 500 × 95 ആണ്. ഇത് ഡിസ്കൗണ്ടിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഈ 3 കമ്പോണന്റും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടുന്നത് 1,97,500. ഇതാണ് നമ്മുടെ PC എന്ന് പറയുന്നത്. ക്ലിയർ?